ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലൂ ലോക്ക് എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 11ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്കായെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഒട്ടും സമയങ്ങളായിരുന്നു, നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നാഗി ഗോൾ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, എന്നാൽ അത് അവർ തടയുവാണ്. പക്ഷേ ഇതേ സമയം ബോൾ പോകുന്നത് ഇസഗിയുടെ അടുത്തോട്ടാണ്. തീർച്ചയായിട്ടും എന്നെ കൊണ്ട് ഗോൾ അടിക്കാൻ സാധിക്കും, എനിക്കത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ 3 പേർ എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞങ്ങളുടെ ടീം ഒരിക്കലും തോൽക്കില്ല എന്ന് പറയുവാണ് ഇസഗി. സോ ഒരു ഗോൾ സെൻസ് ചെയ്ത ഇസഗി ബാഷിറയ്ക്ക് ഗോൾ പാസ് ചെയ്യുന്നു. അവസാന മിനിറ്റുകൾ ആയതുകൊണ്ട് തന്നെ ഫൗൾ ആയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവർ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പെട്ടെന്നാണ് ബാഷിറ ശീഘ്രയ്ക്ക് ബോൾ പാസ് ചെയ്യുന്നത്. അവനും വളരെ വേഗത്തിൽ അതുകൊണ്ട് മുന്നോട്ട് ഓടിക്കൊണ്ടേയിരിക്കുന്നു. പെട്ടെന്ന് അവന്റെ മുമ്പിൽ ഡിഫൻഡേഴ്സ് നിൽക്കുന്നത് കണ്ട് ചീഗിരി ഇസഗിക്ക് നേരെ ബോൾ പാസ് ചെയ്യുന്നു. യെസ്, ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെയാ എല്ലാം നടക്കുന്നത്. ഞാനാണ് ഈ ഫീൽഡ് കൺട്രോൾ ചെയ്യുന്നത്, എന്നെ കൊണ്ട് തീർച്ചയായിട്ടും പറ്റും എന്ന് പറഞ്ഞ് ബോളും കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് ഇസഗി. എന്നാൽ ഇതൊക്കെ കണ്ടുപോവാൻ ആ സമയത്ത് എന്റെ ബോഡി താനെ മൂവ് ചെയ്തു. ഒന്നും ചെയ്യാതെ വെറുതെ നിൽക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ ഡ്രീമിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് എത്ര പ്രധാനമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റും ഇസഗി, നിന്നെ കൊണ്ട് സാധിക്കോടാ എന്നും വിളിച്ചു പറയുകയാണ് കുവാൻ. ഇതേ സമയം ഇസഗി കുനുഗാമിക്ക് നേരെ ബോൾ പാസ് ചെയ്യുന്നു. പെട്ടെന്ന് അത് തടയാൻ വേണ്ടി ജാൻ അങ്ങോട്ട് വരുന്നു. എന്നാൽ പെട്ടെന്നാണ് അവന്റെ കാലിൽ കൊണ്ട് ബോൾ ഫീൽഡിന് പുറത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നത്. ഓ, എല്ലാം അവസാനിച്ചു എന്ന് പറയുകയാണ് ഇസഗി. ഇല്ല, അങ്ങനെ പോവാൻ ഞാൻ സമ്മതിക്കില്ല, മര്യാദക്ക് ഗോൾ അടിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് റൈച്ചി അങ്ങോട്ട് വരുന്നു. സോ റൈച്ചി ബാഷർക്ക് നേരെ ബോൾ ഇട്ട് കൊടുക്കുന്നു. അതുകൊണ്ട് ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവൻ. എന്നാ ഇത് കണ്ട് ദേഷ്യത്തിൽ റിയോ, ഇല്ല, അവരെ കൊണ്ട് ഗോൾ അടിക്കാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഓടുന്നു. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എവിടെയാണ് ഫ്രീ ആയിട്ട് നിൽക്കുന്നതെന്ന് നോക്കുവാണ് ഇസഗി. സോ എങ്ങോട്ടാണോ ബോൾ വരുന്നത് അങ്ങോട്ട് പോവാണ് ഇസഗി. അതെ, ഇവിടെ നിന്നും എനിക്ക് ഗോൾ അടിക്കാൻ പറ്റും. ഒരു ചാൻസ് കിട്ടിയ ഗോൾ അടിക്കാൻ വേണ്ടി നിൽക്കുന്ന കുനുഗാമിയുടെയും ചീഗിരിയുടെയും അടുത്തോട്ട് ഡിഫൻഡേഴ്സ് വരുന്നു. എന്നാൽ ഇസഗിയുടെ മുമ്പിൽ മാത്രം ഡിഫൻഡേഴ്സ് ഇല്ല. അങ്ങനെ ആ പ്ലേസിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇസഗി. പെട്ടെന്നാണ് ഇതുവരെ സ്മെൽ ചെയ്തുകൊണ്ടിരുന്ന ആ ഗോൾ അവന് മിസ്സാവുന്നത് പോലെ തോന്നുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഗോൾ അടിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവന്റെ പുറകെ വരുവാണ് നാഗി. സോ ഇസഗിയേക്കാൾ ഒരു സ്റ്റെപ്പ് പുറകിലാണ് നാഗി നിൽക്കുന്നത്. എന്നാലും ഇസഗി ആ ബോൾ റീച്ച് ചെയ്യുന്ന ആ ഗ്യാപ്പിൽ നാഗി അവന്റെ മുമ്പിലോട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ച ഇസഗിക്ക് ഗോൾ അടിക്കാൻ സാധിക്കില്ല. സോ എയറിൽ വെച്ച് ഒരു ബോൾ റീച്ച് ചെയ്ത് ആ ഇൻസ്റ്റന്റ് മൊമെന്റില് നാഗി ഗോൾ അടിച്ചതുപോലെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇസഗിയെ കൊണ്ട് ഈ മത്സരത്തിൽ വിജയിക്കാൻ സാധിക്കൂ. യെസ്, ഇങ്ങനൊരു സിറ്റുവേഷനില് ഞാൻ തന്നെ ഗോൾ അടിച്ച അതെ, ആ മിസ്സിംഗ് പീസ് ഇതാണ്. ഇതുവരെ ഞാൻ ഗോൾ അടിച്ചതെല്ലാം ഡയറക്റ്റ് ഷോട്ട് ആയിരുന്നു. എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് മറ്റുള്ളവർക്ക് ഞാൻ പാസ് കൊടുക്കും. എന്നാൽ അതിന് പകരം ഞാൻ വേണം ചേഞ്ച് ആവാൻ. ഇപ്പോ ഞാൻ തന്നെ ഡയറക്റ്റ് ഗോൾ അടിക്കണം. അതെ, ഇതാണ് എന്റെ എവല്യൂഷൻ ആയിട്ടുള്ള സമയം. അതെ, ഇപ്പോ എന്നെ കൊണ്ട് ഗോൾ സ്മെൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ആ ഫൈനൽ മിസ്സിംഗ് പീസ്, എന്റെ ഡയറക്റ്റ് ഗോൾ, അതാണ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് മിഡ് എയറിൽ നിന്ന് ഇസഗി ഒറ്റ അടി അങ്ങ് അടിക്കുന്നു. യെസ്, ഇതാണ് എന്റെ അവേക്കനിങ് ആയിട്ടുള്ള സമയം എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസഗി. സോ ടീം വി എതിർത്ത് ടീം സി 5 ഗോളുകൾ അടിച്ചിരിക്കുന്നു. റിയോ, നമ്മൾ തോൽക്കാൻ പാടില്ല, എങ്ങനെയെങ്കിലും 2 ഗോൾ കൂടി അടിച്ച് നമുക്ക് വിജയിക്കണം, പെട്ടെന്ന് വാ എന്ന് പറയുവാണ് നാഗി. ഇതേ സമയം തന്നെ മാച്ച് അവസാനിച്ചു എന്നുള്ള വിസിലും അവിടെ മുഴങ്ങുന്നു. സോ ടീം സി വിജയിച്ച കാര്യം അവിടെ അനൗൺസ് ചെയ്യുന്നു. അത്ഭുതമായിരിക്കുന്നല്ലോ, ആദ്യമായിട്ടാ നമ്മൾ തോൽക്കുന്നതിന്റെ ഫീൽ ഇങ്ങനെ ആയിരിക്കോ എന്നാ ചിന്തിക്കുവാണ് നാഗി. സോ അങ്ങനെ വലിയൊരു മാച്ചിൽ വിജയിച്ചത് കൊണ്ട് അവരെല്ലാവരും അവിടെ നിന്ന് എൻജോയ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ഹേ കുവാൻ, ഞങ്ങളുടെ കൂടെ വന്ന് സെലിബ്രേറ്റ് ചെയ്യേ, ഒന്നില്ലെങ്കിലും നീ കാരണമാ ഇതെല്ലാം സാധിച്ചത് എന്ന് പറഞ്ഞ് കുനുഗാമി അവനെ വിളിക്കുന്നു. അവൻ ചെയ്ത തെണ്ടിത്തരത്തിന് ഞാൻ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല, പക്ഷേ നീ ഇല്ലെങ്കിൽ ഇന്ന് വിജയിക്കാൻ സാധിക്കില്ലായിരുന്നു. സോ വാ, വന്ന് ജോയിൻ ചെയ് എന്ന് പറഞ്ഞ് റൈച്ചി അവനെ വിളിക്കുന്നു. പെട്ടെന്ന് തന്നെ അവനെ മോന്ത കിട്ടുന്നതും കൊടുക്കുവാണ്. എന്നാലും നിന്നോട് ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ലടാ. അങ്ങനെ ഫസ്റ്റ് സെലക്ഷന്റെ റിസൾട്ട് അവിടെ അനൗൺസ് ചെയ്യുന്നു. ടീം വി ആണ് ഫസ്റ്റ് പ്ലേസിലിരിക്കുന്നത്, ടീം സി ആണ് സെക്കൻഡ് പ്ലേസിലിരിക്കുന്നത്. അതുപോലെ തോറ്റുപോയ 3 ടീമിലെയും ബെസ്റ്റ് പ്ലേയേഴ്സ് ആയിട്ടുള്ള വാനിമ ജുനേച്ചി, നീക്കോ ഇക്കി, ബാറോ ഷോയെ, ഇവരെ 3 പേരെയും അടുത്ത സെലക്ഷനിലോട്ട് സെലക്ട് ചെയ്യുന്നു. അങ്ങനെ മാച്ചിൽ വിജയിച്ചതിന്റെ സന്തോഷത്തിൽ ടീം സി റൂമിലിരുന്ന് വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഇസഗിയും ബാഷിറയും അവർക്ക് കുടിക്കാനുള്ള ഡ്രിങ്ക്സ് എടുക്കാൻ വേണ്ടി പോകുന്നു. നീ എനിക്ക് അപ്പോ പാസ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് വിജയിക്കാൻ സാധിക്കില്ലായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയുവാണ് ഇസഗി. പക്ഷേ നീയില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് വിജയിക്കാൻ സാധിക്കില്ലായിരുന്നു. നീയാണ് ഇന്നത്തെ ശരിക്കുള്ള ഹീറോ എന്ന് ബാഷിറയും പറയുന്നു. അതെ, എന്റെ ആ മിസ്സിംഗ് പീസ് ഞാൻ കണ്ടുപിടിച്ചു.
ഇതാണ് എനിക്കുള്ള ഫോർമുല. എന്റെ ഫേഷ്യൽ അവയർനെസ് യൂസ് ചെയ്ത് എവിടെ നിന്നാണോ എനിക്ക് ഗോൾ അടിക്കാൻ സാധിക്കുന്നത് അത് മനസ്സിലാക്കി അവിടെ പോയി ഞാൻ ഗോൾ അടിക്കണം. സോ ഇനി ഞാനായിരിക്കും എപ്പോഴും ബെസ്റ്റ് ആയിട്ട് ഇരിക്കാൻ പോകുന്നത് എന്ന് പറയുവാണ് ഈസഗി. എന്ന് ഇത് കണ്ട് അവനെ തന്നെ നോക്കി നിൽക്കുവാണ് ബാഷിറ. ഞാൻ കുറച്ച് ഓവറായല്ലേ? ഇല്ല, അങ്ങനെ തന്നെയാ വേണ്ടത്. ശരിക്കുള്ള ഒരു ഈഗോയിസ്റ്റ് ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കുക. അവരെ കൊണ്ട് മാത്രമേ ബ്ലൂ ലോക്കിൽ സർവൈവ് ചെയ്യാൻ സാധിക്കൂ. സോ നീയും അതുപോലെ ഒരുത്തനാ എന്ന് പറഞ്ഞ് ഹൈഫൈ കൊടുക്കുവാണ് ബാഷിറ. എന്ന ഇതേ സമയമാണ് തോറ്റുപോയ മറ്റ് ടീം മെമ്പേഴ്സ് എല്ലാം കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പുറത്തോട്ട് പോകുന്നത്. ഇത് കണ്ട ഇസഗി, ഞങ്ങൾ വിജയിച്ചത് കൊണ്ടാണ് അവരുടെ കരിയർ ഇല്ലാതായത്. അവർക്കും ഞങ്ങളെപ്പോലെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം എന്ന് ഇസഗി ചിന്തിക്കുന്ന സമയത്താണ് അവിടെ നിൽക്കുന്ന നീഗോയെ അവർ കാണുന്നത്. സോ ടീം വൈ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ പോലും ഇവൻ അതിലെ ടോപ്പ് പ്ലെയർ ആയതുകൊണ്ട് നെക്സ്റ്റ് സെലക്ഷനിലോട്ട് ഇവനെയും പാസ് ചെയ്തിരിക്കുന്നു. ഹേ ഇസഗി, അന്ന് നീ എന്നെ തോൽപ്പിച്ചത് കൊണ്ടാണ് ഞാനൊരു പാഠം പഠിച്ചത്. അതുകൊണ്ടാണ് അതിനുള്ള പ്രതികാരം വീട്ടാൻ വേണ്ടി ഒരുപാട് ഗോൾ അടിച്ച് നെക്സ്റ്റ് സെലക്ഷനിലോട്ട് ഞാൻ പാസ്സായത്. തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം ഞാൻ നിന്നെ തോൽപ്പിച്ചിരിക്കും. സോ ആ വെല്ലുവിളി വളരെയധികം സന്തോഷത്തോടെ ഏറ്റെടുക്കുവാണ് ഈസഗി. ഹേ ഈസഗി, നിനക്ക് ഒരുപാട് എതിരാളികൾ ഉണ്ടാവുന്നുണ്ടെന്നും തോന്നുന്നല്ലോ എന്ന് പറയാണ് ബാഷിറ. മേ ബി എന്റെ ഗോൾസ് ഒരുപാട് പേരുടെ കരിയർ ഇല്ലാതാക്കി കാണും, എന്നാൽ ചില ആളുകളെ ബെസ്റ്റ് ആക്കാൻ ആ ഗോളുകളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുകയാണ് ഇസഗി. സോ ആ ഡ്രിങ്ക്സും കൊണ്ട് റൂമിലോട്ട് വന്ന് ഇസഗി കാണുന്നത് ടയർഡായിട്ട് അവരെല്ലാവരും അവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. മൈ ഡയമണ്ട്സ് ഇൻ ദ റഫ്. സെക്കൻഡ് സെലക്ഷനിലോട്ട് പാസ്സായ നിങ്ങൾ അടുത്ത കുറച്ച് ദിവസത്തിലോട്ട് ഫുട്ബോൾ തൊടാൻ പാടില്ല. നെക്സ്റ്റ് ലെവലിലോട്ട് പോയതുകൊണ്ട് നിങ്ങൾ വലിയ സംഭവമാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾ ഇപ്പോഴും വേസ്റ്റ് ആണ്. സെക്കൻഡ് സെലക്ഷനില് ഒട്ടുമിക്ക എല്ലാതും വെർച്വൽ റിയാലിറ്റി ആയിരിക്കും. അതിനെ വേണം നിങ്ങൾ മറികടക്കാൻ എന്ന് പറയുവാണ് ഈഗോ. സോ അടുത്ത ദിവസം തൊട്ട് അവരെല്ലാവരും വളരെ നല്ല രീതിയിൽ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഫുട്ബോൾ വെച്ച് ട്രെയിനിങ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഫിസിക്കലായിട്ടാണ് അവരെല്ലാവരും ട്രെയിനിങ് എടുക്കുന്നത്. സോ കണ്ടിന്യൂസ് ആയിട്ട് 10 ദിവസം ഫുട്ബോൾ ഒന്ന് കാണാൻ പോലും കിട്ടാതെ അവരവിടെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സെക്കൻഡ് സെലക്ഷൻ ആരംഭിക്കാനുള്ള ദിവസം എത്തുന്നു. അടുത്ത സെലക്ഷനിലോട്ട് പാസ്സായിട്ടുള്ള എല്ലാവരും മെയിൻ ബിൽഡിംഗിലോട്ട് വരണം എന്ന് അവിടെ അനൗൺസ് ചെയ്യുന്നു. സോ പാസ്സായിട്ടുള്ള എല്ലാവരും മെയിൻ ബിൽഡിംഗിലോട്ട് വരുന്നു. ടീം വി ആണ് ഇവിടെ ഉള്ളതിലും വെച്ച് ഏറ്റവും വീക്ക് ആയിട്ടുള്ള ടീം എന്ന് ഈഗോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ടീമിന്റെ കൂടെ ആയിരിക്കും ഞങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിൽ വിജയിച്ചിരിക്കും എന്ന് പറഞ്ഞ് മെയിൻ ബിൽഡിംഗിലോട്ട് കയറുവാണ് ഈസഗി. അപ്പോഴാണ് അവൻ ആ കാഴ്ച കാണുന്നത്. സെലക്ട് ആയിട്ട് വന്നിട്ടുള്ള അവരുടെ ഓരോരുത്തരുടെയും മോൾ ടീം ഡബ്ല്യു, ടീം എക്സ് എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. ഹലോ ഡയമണ്ട്സ് ഇൻ ദ റഫ്. നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഒരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇരിക്കുന്നവരുടെ സ്യൂട്ടിൽ ടീം എക്സ്, ടീം ഡബ്ല്യു എന്നൊക്കെ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഇവിടെയുള്ള ബിൽഡിംഗിൽ 5 ടീം ഉണ്ടെന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. എന്നാൽ അത് A to Z വരെയല്ല. സോ ഞാൻ നിങ്ങളോട് നുണ പറഞ്ഞതായിരുന്നു. എല്ലാ ബിൽഡിംഗിലും ഉണ്ടായിരുന്ന ടീമിനോടും നിങ്ങളാണ് ഇരിക്കുന്നതിലും വെച്ച് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ടീം എന്ന് പറഞ്ഞ് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പറ്റിക്കുമായിരുന്നു. V2 Z മാത്രമേ ടീംസ് ഉള്ളൂ എന്ന് പറയുവാണ് ഈഗോ. എന്തിനാ ഇങ്ങനെ ചെയ്തേ? നീ ഞങ്ങളെ പറ്റിക്കുമായിരുന്നോ? അതെ, നിങ്ങളുടെ ഒക്കെ ഓവർ കോൺഫിഡൻസ് ഇല്ലാതാക്കാൻ ഞാൻ ഉണ്ടാക്കിയ ഒരു ചെറിയ ടെക്നിക്കാണിത്. ലോകത്തിലെ ബെസ്റ്റ് ആവാനുള്ള ആ വിശപ്പ് ഞാൻ നിങ്ങൾക്ക് തരും. നോവൽ നോവ വേൾഡിലെ തന്നെ ബെസ്റ്റ് സ്ട്രൈക്കർ ആയിട്ടാണ് നിലവിൽ അവർ നിൽക്കുന്നത്. എന്നാൽ ഫ്രാൻസിലെ ഒരു ചെറിയ തെരുവിലാണ് അദ്ദേഹം വളർന്നത്. കുറ്റകൃത്യങ്ങളും ദാരിദ്ര്യവും നിറഞ്ഞ ഒരു തെരുവ്. എന്നാൽ അവിടെ നിന്നും അദ്ദേഹത്തിന്റെ വിധി മാറ്റിമറിച്ച ഒരേ ഒരു സാധനം ഒരു പന്തായിരുന്നു. സത്യം പറഞ്ഞ ഫുട്ബോൾ പട്ടിണി മാറ്റാനുള്ള അവർക്കുള്ള ഒരേ ഒരു ഓപ്ഷൻ ആയിരുന്നു. ലോകത്ത് എണ്ണിയാൽ തീരാത്തത്ര കഴിവുകളുള്ള ഒരുപാട് സ്ട്രൈക്കേഴ്സ് ഉണ്ട്. ലക്ഷ്യത്തിലോട്ടെത്താനുള്ള അവരുടെ ദാഹം അളക്കാൻ സാധിക്കില്ല. എന്നാൽ നിങ്ങൾ ജനിച്ചതും വളർന്നതും ജപ്പാനിലായതുകൊണ്ട് തോൽവി നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കില്ല. ഈ പ്ലേയേഴ്സിനുള്ള ഗോളുകൾക്കായുള്ള വിശപ്പിന്റെ വില നിങ്ങൾക്കറിയില്ല. സോ അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരോടും ഇവിടെ ഉള്ളതിലും വെച്ച് ഏറ്റവും വീക്കായിട്ടുള്ള ടീം നിങ്ങളാണെന്ന് പറഞ്ഞത്. എന്നാൽ മാത്രമേ തോൽവിയുടെ പടുകുഴിയിൽ കിടക്കുന്ന നിങ്ങൾ അവിടെ നിന്നും അനങ്ങാൻ ശ്രമിക്കൂ. സോ ഇപ്പോ നിങ്ങൾ ലെവൽ 2 എത്തിയിരിക്കുന്നു. ഇവിടെ സ്റ്റേജ് 1 നിന്നും 5 വരെ ആയിരിക്കും നിങ്ങൾ പോവേണ്ടത്. ഇവിടെ ഞാൻ വേൾഡിലെ തന്നെ ടോപ്പ് ഫുട്ബോൾ പ്ലേയേഴ്സിനെ വെച്ചാണ് നിങ്ങളെ ട്രെയിനിങ് ചെയ്യാൻ പോകുന്നത്. സോ ലെവൽ 2 സെലക്ഷനിലോട്ട് നിങ്ങൾ ഓരോരുത്തരും വേണം പോവാൻ. മേ ബി നിങ്ങളുടെ ടീംമേറ്റ്സ് കാരണം നിങ്ങൾ ഇത്രയും ദൂരം വന്നു കാണും. പക്ഷേ ഇനി നിങ്ങൾ ഒറ്റയ്ക്ക് വേണം പോരാടാൻ എന്ന് പറയുവാണ് ഈഗോ. സോ അപ്പൊ ഞങ്ങൾ ഇനി ഇൻഡിവിജ്വൽ ആയിട്ടാണോ മുന്നോട്ട് പോവേണ്ടേ എന്ന് ചിന്തിക്കുകയാണ് ഈസഗി. ശരി, ആദ്യം ആരാ അകത്തോട്ട് പോകുന്നേ നോക്കാം എന്ന് എല്ലാവരും പറയുന്നു.
പെട്ടെന്ന് അവരിൽ ഒരാൾ മുന്നോട്ട് വരുന്നു. തന്റെ മുൻപിലുള്ള 2 ബോളുകളിൽ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അവൻ മുകളിലോട്ട് അടിക്കുന്നു. മറ്റൊരു ബോൾ കർവായിട്ടും ആ ബോളിന് നേരെ കിക്ക് ചെയ്യുന്നു. സോ അവനടിച്ച ആ 2 ബോളും തമ്മിൽ കൂട്ടിമുട്ടുന്നു. ഡേയ്, ആരുടെ ഇവൻ? ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള കഴിവോ? ഉള്ളിലോട്ട് പോവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുവാണ് അവൻ. സോ ഉള്ളിലോട്ട് പോയത് റിൻ ഇറ്റഷിയാണെന്ന് അവിടെ കാണിക്കുന്നു. U20യുടെ അതേ ഇറ്റഷിയാണോ ഇത്? ഇല്ല, അവരുടെ പേര് സായ് ഇറ്റഷി എന്നാണ്. ഇവന്റെ റിൻ എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. ശരി, നമ്മളെ കൊണ്ട് തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും ഗൈസ്. ഇതെല്ലാം അവസാനിപ്പിച്ച് അടുത്ത ലെവലില് നമുക്ക് ഒരുമിച്ച് തന്നെ ഉണ്ടാവണം. സോ ഇവിടെ വെച്ച് അവരെല്ലാം പിരിയേണ്ട സമയമായിരിക്കുന്നു. എന്നാൽ സെക്കൻഡ് സെലക്ഷന്റെ അവസാനത്തെ സമയത്ത് അവരെല്ലാവരും ഒരുമിച്ച് കൂടുമെന്ന് അവർ പറയുന്നു. അതെ, നമ്മളെ എല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ എല്ലാവരും അവിടെ ഒച്ച വെക്കുന്നു. സോ സ്റ്റോൺ പേപ്പർ സിസർ കളിച്ച് ഇപ്പോ ഇസഗിയാണ് ആദ്യം അകത്തോട്ട് പോകുന്നത്. ഇതിനു മുൻപ് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടില്ല. ഇപ്പൊ എനിക്ക് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ഫീലിംഗ് ആ വരുന്നത്. സോ കോൺഫിഡൻസിന്റെ ഫീലിംഗ് ഇതാണോ? അതെ, ബ്ലൂ ലോക്കിൽ വെച്ച് ഞാൻ ഇനി ഒരുപാടധികം സ്ട്രോങ് ആവും എന്ന് ചിന്തിക്കുകയാണ് ഇസഗി. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. ബ്ലൂ ലോക്കിൽ മൊത്തം 5 ബിൽഡിംഗ് ആണ് ഇരിക്കുന്നത്. 5 ബിൽഡിങ്ങിലും 5 ടീം വെച്ചിട്ടുണ്ട്. അതിൽ വിജയിച്ച ബെസ്റ്റ് 2 ടീമിനെയാണ് അടുത്ത സെലക്ഷനിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അത് മാത്രമല്ല, തോറ്റുപോയ മറ്റു ടീമിൽ നിന്നും ടോപ്പായിട്ടുള്ള 3 പേരെയും തെരഞ്ഞെടുക്കുന്നുണ്ട്. എന്നാൽ ലെവൽ 2-ല് ഇവർ ഓരോരുത്തരും ഒറ്റയ്ക്കാണ് കളിക്കേണ്ടത്. അത് എങ്ങനത്തെ ഗെയിം ആയിരിക്കുമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടാവും. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതെ. ബൈ.